എല്ലാ കൂട്ടുകാർക്കും ശരണ്യ ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: if 15 persons can do a work in 16 days, after 4 days 3 more people joined in the work. In how many days the remaining work will complete? അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? നമുക്ക് ഓരോ ഡേറ്റാസ് റൈറ്റ് ചെയ്യാം. 15 പേർ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 16 ദിവസം എടുത്തു. 15 പേർ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 16 ദിവസം എടുത്തു. അതിനുശേഷം അതേ വർക്ക് ആഫ്റ്റർ 4 days 3 more people, ആദ്യത്തെ 4 ദിവസം അതേ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ 4 ദിവസം 15 പേർ ചെയ്തു. അതിനുശേഷം 4ാമത്തെ ദിവസത്തിന് ശേഷം 3 പേർ കൂടി ജോയിൻ ചെയ്തു. അപ്പോൾ എത്ര പേരായി? 18 പേരായി. അങ്ങനെയാണെങ്കിൽ ആ കംപ്ലീറ്റ് ചെയ്യാൻ, ആ ഒരു വർക്കിന്റെ റിമൈനിങ് പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഓരോ ഡേറ്റാസ് റൈറ്റ് ചെയ്യാം. അപ്പോൾ 16 ഡേയ്സ് ചെയ്തു. അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതേ വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ഫോർമുല നമുക്ക് എഴുതാം. ഒരേ വർക്ക് M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ അതേ വർക്ക് തന്നെ M2 ആൾക്കാർ D2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാം. ഈ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റിൽ M1 ആൾക്കാർ എത്ര പേര്? 15 പേർ. എത്ര ദിവസം പണിയെടുത്തു? 16 ദിവസം. 15 × 16, ഓക്കെ, ഈക്വൽ ടു അടുത്തെന്ത്? ഇതേ വർക്ക് തന്നെ ആദ്യം 15 പേർ 4 ദിവസം ജോലി ചെയ്തു, ഇൻറ്റു 4 പ്ലസ് പിന്നെ ആഫ്റ്റർ 4 days 3 more people joined. അപ്പോൾ എത്ര പേരായി? 18 പേർ അല്ലേ? അപ്പോൾ റിമൈനിങ് വർക്ക് എത്ര ദിവസമാണ് കംപ്ലീറ്റ് ചെയ്തത്? എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു? അപ്പോൾ നമുക്കിവിടെ എത്ര ദിവസം ഒന്നും അറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? എക്സ്. മനസ്സിലായി? ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 16. 15 × 16 എത്രയാണ്? ഇവിടെ എഴുതാം. 15 × 16 5 30 0 9 1 5 5 1 1 0 14 1 240. 240 ഈക്വൽ ടു 15 × 4 എത്ര വരും? 15 × 2 എന്ന് പറയുന്നത് 30 60 വരും, പ്ലസ് 18x. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ എത്ര വരും? 240 നിന്ന് 60 കുറയ്ക്കുമ്പോൾ 180 സീക്വൽ ടു 18x. എക്സ് സീക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 18, ഇറ്റ് ഷുഡ് ബി സീക്വൽ ടു 10 days. അപ്പോൾ റിമൈനിങ് വർക്ക് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? 10 ദിവസം കൊണ്ട്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൈൻ സം ഫോർ 2 years at 8% per annum ഈസ് ₹1040. The simple interest on it at the same ratio for 2 years is. ഇപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റും പറയുന്നുണ്ട്. അതായത് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് ഒരു സെർട്ടൈൻ സം എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയെന്ന് തന്നിട്ടില്ല. എന്തായാലും ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിക്ഷേപിച്ചു 2 വർഷത്തേക്ക് 8% പലിശ നിരക്കിൽ. അങ്ങനെയാണെങ്കിൽ കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയും തന്നിട്ടുണ്ട്? 1040 രൂപ. നമുക്കിവിടെ എഴുതാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയും തന്നിട്ടുണ്ട്? 1040 രൂപയാണ് കിട്ടിയത്. എത്ര വർഷത്തേക്ക്? N എഴുതാം. 2 വർഷത്തേക്ക്. R എത്രയാണ്? 8%. ഓക്കെ, 2 വർഷത്തേക്ക് നിക്ഷേപിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. എത്ര എമൗണ്ട് ആണ് നിക്ഷേപിച്ചതെന്ന് തന്നിട്ടില്ല. അതുപോലെ ടോട്ടൽ എമൗണ്ട് എത്ര കിട്ടിയെന്ന് തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ഇറ്റ് അറ്റ് ദി സെയിം റേഷ്യോ ഫോർ 2 years. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് അതേ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് എത്ര കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഡേറ്റാസ് ഇതാണ്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്താണ്? SI is equal to PNR/100. ഇതിൽ എന്തൊക്കെയുണ്ട്? P ഇല്ല, N 2 വർഷത്തേക്ക്, പലിശ നിരക്ക് 8/100. അപ്പോൾ നമുക്ക് P കണ്ടുപിടിച്ചാലേ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പോൾ P എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കിവിടെ തന്നിട്ടുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റുമായിട്ടുള്ള ഫോർമുല എന്താണ്? എമൗണ്ട് ഈക്വൽ ടു പ്രിൻസിപ്പിൾ ഇൻറ്റു 1 + R/100 റേസ് ടു N. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എമൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട്. ഓക്കെ, ഇത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും പ്രിൻസിപ്പലിന്റെയും തുകയാണ് എമൗണ്ട്. അതിൽ നിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് കുറയ്ക്കുമ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. എമൗണ്ടിന്റെ ഫോർമുല എന്താണ്? P ×
1 പ്ലസ് ആർ ഭാഗം 100 റേസ് ടു n മൈനസ് പി. ഓക്കെ ആണല്ലോ. ഇതിൽ നിന്നൊരു പി കോമൺ ആയിട്ട് എടുക്കാമല്ലോ. അപ്പോൾ എങ്ങനെ കിട്ടും? 1 പ്ലസ് ആർ ഭാഗം 100 ഹോൾ റേസ് ടു n മൈനസ് 1. നമുക്കിതിൽ ഓരോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഇൻറ്റു ഓക്കെ 1 പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8%. അപ്പം 1 പ്ലസ് 8 ഭാഗം 100 എത്ര വർഷത്തേക്ക്? 2 മൈനസ് 1. പി ഇൻറ്റു ഇവിടെ 100 ആണ്, 100 ആണ് LCM. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 108/100 ഹോൾ സ്ക്വയർ ഓക്കെ മൈനസ് 1 ഓക്കെ ഈക്വൽ ടു പി ഇൻറ്റു ഇവിടെ LCM എന്ത് വരും? 100 സ്ക്വയർ. അപ്പോൾ ഇതെങ്ങനെ വരും? 108 ഹോൾ സ്ക്വയർ മൈനസ് 100 സ്ക്വയർ ഭാഗം 100 സ്ക്വയർ. ഓക്കെ 108ൻ്റെ സ്ക്വയർ എത്രയാണ്? 108ൻ്റെ നമുക്കിവിടെ ചെയ്ത് നോക്കാം. 108 ഇൻറ്റു 108 8 64 4 6 ശിഷ്ടം 8 0 8 0 1 4 6 16 6 1 1. ഇത്ര എമൗണ്ട് ആണ്. ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്കിവിടെ എഴുതാം ഈക്വൽ ടു 11,664. ഇവിടെ വരുമ്പോൾ ഒരു പി ഉണ്ട്. പി ഇൻറ്റു 11,664 മൈനസ് 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 ഓക്കെ ഭാഗം 100 സ്ക്വയർ. 11,664 നിന്ന് 10,000 കുറഞ്ഞ ബാലൻസ് എത്ര വരും? പി ഇൻറ്റു 1,664 ഭാഗം 100 സ്ക്വയർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ആണ് പി ഇൻറ്റു 1,664 ഭാഗം 100 സ്ക്വയർ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാലോ? 1,040. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 1,040 ഈ 100 സ്ക്വയർ ഇങ്ങോട്ട് മുകളിലോട്ട് എടുക്കാം. 100 സ്ക്വയർ എന്ന് വെച്ചാൽ 100 ഇൻറ്റു 100 ഓക്കെ ആണല്ലോ ഭാഗം 1,664 ഈക്വൽ ടു പി. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 കൊണ്ട് 8 3 2 50. ഇനി 2 കൊണ്ട് 4 ടൈംസ് 1 ടൈം 6 ടൈം 25. ദെൻ അഗെയിൻ 2 0 16 8 ടൈംസ്. ഇപ്പോൾ ഇവിടെ 50. അഗെയിൻ 2 കൊണ്ട് 1 ടൈം 0 4 ടൈം. ഇവിടെ 2 കൊണ്ട് 25 ഓക്കെ. ഇനി നമുക്ക് ഇവിടെ 104ഉം 104ഉം ഇത് 10 ടൈംസ്. പിന്നെ ബാലൻസ് എന്ത് കിട്ടി? പി സീക്വൽ 25 ഇൻറ്റു 25 ഇൻറ്റു 10 ഓക്കെ ആണല്ലോ. അപ്പോൾ എത്ര കിട്ടും? 25 ഇൻറ്റു 25 625 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 6,250 പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടി. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. അത് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പി ഇൻറ്റു 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16 ഭാഗം 100. നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6,250 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 100. 10 കൊണ്ട് 10ൽ 5 ടൈംസ് 2 8. 5 കൊണ്ട് ഇവിടെ കട്ട് ചെയ്യാം. 1 ടൈം 2 ടൈം 5 ടൈം 125. ഇവിടെ 125 ഇൻറ്റു 8 ഇൻറ്റു 5 40 4 ക്യാരി 8 ഇൻറ്റു 2 16 പ്ലസ് 4 20 0 2 ക്യാരി ഒരു 8 10 എത്ര കിട്ടി? 1000. അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടിയത്? 1000 ആണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി നെക്സ്റ്റ് ടേം ഇൻ ദി സീക്വൻസ് 30 21 39 30 57? നമുക്ക് അടുത്ത സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കിവിടെ എഴുതാം 30 21 39 30 57 ഡാഷ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്ന് നോക്കാം. 30ൽ നിന്ന് 21 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? മൈനസ് ആണ് ചെയ്തിരിക്കുന്നത്, -9 ഓക്കെ. ഇവിടെ ആണെങ്കിലോ 21ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോൾ 39 കിട്ടുന്നത്? +18. ഇവിടെ ആണെങ്കിലോ 39ൽ നിന്ന് 30 കിട്ടണമെങ്കിൽ -9 ചെയ്യണം. ഇവിടെയോ 27 ആഡ് ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്?
ഓൾട്ടർനേറ്റീവ് -9 കൊണ്ട് സബ്ട്രാക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ 18 9 കൊണ്ട് കൂട്ടി വരുന്നു. 18 പിന്നെ 27 കൂടെ 9 കൂടി അങ്ങനെയാണ് ഓൾട്ടർ ആയിട്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇടവിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത സംഖ്യ എങ്ങനെ ഇടും? ഇവിടെ 27 ആഡ് ചെയ്തു. അപ്പോൾ അടുത്ത് എന്ത് ചെയ്യണം? ഈ സംഖ്യയെ -9 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 57 - 9 എത്ര വരും? 17 നിന്ന് 9 പോയാൽ 8, then 4, 48. ആൻസർ എത്രയാണ്? നെക്സ്റ്റ് സംഖ്യ 48, ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If P means addition, Q means subtraction, R means multiplication, S means division, what is the value of 30, P, 20, S, 5, Q, 4, R, 3? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതാം. P means addition plus sign, Q means subtraction, R means multiplication, S means division. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് അതുപോലെ എഴുതാം. 30P, P എന്ന് വെച്ചാൽ addition. 20S, S means division. 5Q, Q means subtraction. 4, R means multiplication. 3 equal to ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയേ, 20 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 4. അപ്പോൾ എങ്ങനെ എഴുതാം? 30 പ്ലസ് ഫസ്റ്റ് ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 20 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 4 ആണ്. മൈനസ് 4 × 3 എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ 34 - 12. 34 നിന്ന് 12 കുറച്ച് എത്ര വരും? 22. നമ്മുടെ ഓപ്ഷൻ സി.